Hey guys, this is Jin Django here. അപ്പോൾ നമ്മൾ കുറച്ച് കാലമായി വന്നിട്ട് വ്ളോഗൊക്കെ എടുത്തിട്ട് കാരണം ഞാൻ കുറച്ച് ബിസി ആയിരുന്നു എൻ്റെ അക്കാഡമിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഫോർത്ത് സെമസ്റ്ററിലോട്ട് കയറി. അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടി. അപ്പം ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലാറ്റ്വിയയിൽ മൊത്തത്തിൽ സ്നോ ഒക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്നോ ഒക്കെ പെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മൊത്തത്തിൽ നമുക്ക് കാണാം. ഞാൻ കാണിച്ചു തരാം. മൊത്തത്തിൽ ഇവിടെയൊക്കെ സ്നോ ആണ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇത് ദൗഗാവ ലേക്കാണ്. ദൗഗാവ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയൊരു ലേക്കാണ്. അപ്പോൾ ഈ ലേക്ക് ഫ്രോസൺ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ലേക്കിലൂടെ നടക്കാൻ പോകണം. ആൾക്കാരെല്ലാം നടക്കുന്നുണ്ട്, നമ്മൾ നടക്കാൻ പോവാണ്. സൗണ്ട് ഉണ്ടാവും, റോഡ് സൈഡാണ്, അതുകൊണ്ടാണ്. സോ നമുക്ക് ലേക്കിന് അങ്ങോട്ട് പോവാം. ഗൈസ്, ഇതിപ്പം ആൾക്കാരൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിപ്പോയി അതിലൂടെ കയറി പോവാണെന്ന് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം സ്ലിപ്പാവോ എന്താണെന്ന് അറിയില്ല, നല്ല ഫ്രോസൺ ആണെന്ന് തോന്നുന്നുണ്ട്. സോ ഗൈസ്, ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടോട്ടലി എക്സൈറ്റഡ് ആണ്. ഇങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, കാരണം ഇതൊരു ഭയങ്കര ആഴം കൂടിയ ലേക്കാണ്. എൻ്റെ നടുക്കൂട്ട് നടന്നു നോക്കാം പോയിട്ട്. ഓക്കെ, നടന്നു പോവാണ്. ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. എങ്ങനെയാണ് ഇറങ്ങേണ്ടത് എന്നൊരു പിടിയില്ല. അത് കുറച്ച് ഡീപ് ഫ്രോസായി ഇരിപ്പുള്ളത് പോലെ തോന്നുന്നു. നോക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ നിന്നും ചാടി ഇറങ്ങേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഉള്ളവർ നോക്കട്ടെ, ഇത് കാണുന്നുണ്ടല്ലോ, ഇറങ്ങി നോക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇറങ്ങി നടക്കുവാണ്. നല്ല ആഴം കൂടിയൊരു ലേക്കാണ്, കുഴപ്പമില്ല. ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ എക്സൈറ്റഡ്. ഇത് ഭയങ്കര ഒരു മൂമെന്റ് തന്നെയാണ്. എന്താ, പാലമൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു എക്സൈറ്റ്മെന്റ് മൂമെന്റ് തന്നെയാണ് കേട്ടോ. ഇത് കാരണം ഈ ഒരു റിവറിലൂടെയാണ് പണ്ട് ഇവിടെ സോവിയറ്റ് കാലത്തും ഇതിൻ്റെ ഹിറ്റ്ലറിൻ്റെ ഭരണകാലത്തും എല്ലാം ആൾക്കാർ, അതായത് പട്ടാളക്കാർ വന്നവരെ കീഴടക്കിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു ചരിത്രത്തിൽ എല്ലാത്തിനും പ്രധാനപ്പെട്ട ഒരു ലേക്കാണ്. ആ ലേക്കിൽ ഞങ്ങൾക്ക് നടക്കാൻ പറയുന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റ് തന്നെയാണ് ഗൈസ്. അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഗ്രെയിൻസ് ഉണ്ട്. കാരണം എൻ്റെ ഫോൺ അത്ര നൈറ്റ് വിഷൻ അടിപൊളിയൊന്നുമല്ല. പക്ഷെ എന്നാലും ഇത് നിങ്ങൾക്ക് ഇതിന് കാണിച്ചു തരാൻ തോന്നി. ഇങ്ങനെ എന്താ, ഇതൊരു റിവറാണ്. അടിപൊളി തന്നെയല്ലേ. കാരണം ഇവിടെ ഇത് ആക്ച്വലി എപ്പോഴും ഫ്രോസ് ആവാറില്ല. കഴിഞ്ഞ വർഷം ഒന്നും ഇങ്ങനെ ഫ്രോസ് ആയിട്ടില്ല, ചെറുതായിട്ടൊന്ന് ഫ്രോസ് ആവുക. കാരണം പക്ഷികൾക്ക് നിൽക്കാൻ വേണ്ടി മാത്രം. കാരണം ഇപ്രാവശ്യം നല്ല എക്സ്ട്രീം വിൻ്റർ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഫ്രോസ് ചെയ്താണ്. അങ്ങനെ ഒരു 40 സെൻറ്റിമീറ്ററോ അങ്ങനെയൊക്കെ എന്തോ ആണ് ഐസ് കിടക്കുന്നത്. പല സ്ഥലത്ത് അപ്പുറത്തെ സ്ഥലത്തൊക്കെ ആൾക്കാർ ഇത് ബ്രേക്ക് ചെയ്യുന്നത് കണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്ന പോലെ കാണിച്ചില്ല. നോക്കട്ടെ, നാളെ വരാൻ പറ്റും. നാളെ വരാൻ പറ്റുവാണെങ്കിൽ നാളെ പകൽ വന്നിട്ട്, നാളെ കുറച്ചുകൂടി ടെമ്പറേച്ചർ കുറവാണ് കാണിക്കുന്നത്. കുറച്ചുകൂടി ഒന്ന് സേഫ് ആയിട്ടൊന്ന് ഫീൽ ചെയ്യുക. കുറച്ച് ടെമ്പറേച്ചർ കൂടുതലാണ്, അതായത് -4 ആണ്. നാളെ -14 കാണിക്കുന്നത്. കുറച്ചുകൂടി ഉറപ്പിൽ പകൽ സമയത്ത് രാവിലെ ഞാൻ എന്തായാലും യൂണിവേഴ്സിറ്റിയിലോട്ട് വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി തൊട്ടടുത്തല്ല. അപ്പം വന്നിട്ട് ഒന്ന് മൊത്തത്തിൽ കാണിച്ചിട്ട് ഒന്നുകൂടെ കാണിക്കാൻ ഒരു എക്സൈറ്റ്മെന്റ് എന്നത് പൊളി. ഇത് കണ്ട, ഇത് കണ്ടോ, എനിക്ക് തോന്നണേ ആരോ പൊട്ടിച്ചത്. അതായത് എത്ര ആഴണ്ട് നോക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിൽ പൊട്ടിച്ച് നോക്കിയിട്ട് അത് വീണ്ടും ഫ്രീസ് ആയിട്ടുള്ളതാണ് സംഭവം. അതാണ് ഇങ്ങനെ കുറച്ച് ഡിഫറൻസ് കാണുന്നത്. കണ്ടോ, ഇവിടെ ആരോ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് തണുപ്പായതുകൊണ്ട് വീണ്ടും ഫ്രീസായി. അങ്ങനെ പൊളി തന്നെ മക്കളെ. ഇതൊക്കെ ഇരുന്നാൽ കിട്ടുമോ, വീട്ടിലിരുന്നാൽ കിട്ടുമോ? ഇതൊക്കെ ഇവിടെ വരണം, നല്ല കിട്ടുള്ളൂ. ഇതൊക്കെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ നല്ലൊരു ടെററായിട്ടുള്ള റിവറാണ്. പക്ഷെ അതിൻ്റെ നടുക്കൂടെ നടന്നിങ്ങനെ പോകുന്നത്. ഞാനിപ്പോൾ ഏകദേശം നടുക്കായി സംഭവം. ഏകദേശം നടുക്കായി, ഇപ്പം നടുക്കെത്തും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് ദ മൂമെന്റ്. ഞാനൊരു സംഭവം കാണിച്ചുതരാം. ഇങ്ങനെ ഐസ് ഇങ്ങനെ മാറ്റുമ്പോൾ അടിയിൽ മറ്റേ ഐസായി നിൽക്കുന്ന, സ്നോ മാറ്റിയപ്പോൾ ഐസായി നിൽക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. യെസ്. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഇതിന് നടുക്കാൻ നിൽക്കുന്നത്. ഇപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് എനിക്കധികം കാണിച്ചു തരാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് മീഡിയയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാളെ രാവിലെ വരുന്നതായിരിക്കും. അപ്പോൾ ഞാനൊരു ബ്ലോക്ക് അടിക്കുമ്പോൾ നാളെ രാവിലെ എത്തും. ഓക്കെ.
സോ ഗൈസ്, അപ്പോൾ ഞാനിത് അടുത്ത ദിവസം എടുക്കണം. അതിൻ്റെ അടുത്ത ദിവസമാണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് എടുത്ത സ്ഥലത്ത് അവർ റെസ്ട്രിക്ട് ചെയ്തു. കാരണം കുറച്ച് ഐസ് മെൽറ്റായി. ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു കുറച്ച് ഒരു ടെമ്പറേച്ചർ കുറയുന്നു, പക്ഷേ ടെമ്പറേച്ചർ കൂടിയുന്നില്ല. പക്ഷെ ഇന്ന് കുഴപ്പമില്ല. പക്ഷെ ഒരു സ്പെസിഫിക് ഏരിയ നമുക്ക് നടക്കാൻ പറ്റുന്ന സ്പെസിഫിക് ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയയിൽ നമ്മൾ വന്നിട്ട് ഇവിടെ കണ്ട മൊത്തത്തിൽ ഇങ്ങനെ ഇവിടെയും ഫ്രോസ് ആയി കിടപ്പുണ്ട്. ഇവിടെ അപ്പുറത്തെ ഭാഗത്ത് കുറച്ച് ഡീഫ്രോസ് ആയി, പക്ഷേ എന്നാൽ ദൗഗാവറിയവൻ്റെ ഈ ഭാഗത്ത് കുറച്ച് കുഴപ്പമില്ല. കണ്ടോ, ഇവിടുത്തെ ഒരു വലിയൊരു പാലമാണ്. അപ്പുറത്ത് ഞാൻ വേറൊരു പാലം കാണിച്ചായിരുന്നു അപ്പുറത്തുള്ളത്. പക്ഷേ ഇത് ഇവിടുത്തെ വേറൊരു സ്ട്രിങ് ഒക്കെ ഉള്ളൊരു പാലം കണ്ടില്ലേ. അങ്ങനെ കൊള്ളാം എന്തായാലും സംഭവം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, സന്തോഷ് ജോർജ് കുളങ്ങരൊക്കെ വന്നപ്പം പുള്ളി ഇതിൻ്റെ സൈഡിലൂടെ ഒക്കെ അങ്ങനെ നടന്നിട്ടുള്ളൂ. സംഭവം സൈഡിലൂടെ അല്ല, മറ്റേ വണ്ടിയിൽ, അതായത് ഒരു ടൂർ ഉണ്ടായിരുന്നു. ആ ടൂറിൽ പോയി നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പുള്ളിയുടെ വീഡിയോയിൽ സഞ്ചാരിയുടെ അയൽക്കുറിപ്പാണ് ഞാൻ കാണാറ്. അപ്പോൾ അതിനകത്ത് കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി സൈഡിൽ കൂടെ പോകണം. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, ആ ചരിത്ര പ്രധാനമായിട്ടുള്ള നദിയുടെ നടുവിലൂടെ നടന്നു പോവുക ചെയ്തത്. എന്തല്ലേ, അടിപൊളി തന്നെ. നല്ല തണുപ്പുണ്ട്, പക്ഷെ ഇന്ന് നല്ല വെയിലുണ്ട്. കണ്ടോ, നല്ല വെയിലും നല്ല വെളിച്ചവും. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ നടക്കുന്നുണ്ട്. ആഹാ, അന്തസ്. ഇത് കണ്ട ഇവിടെ അത് തന്നെ നടത്തുമ്പോൾ കുറച്ചുകൂടി ഐസ് ഹെവിയിൽ വീണിട്ടുണ്ട്. ഇവിടെ അടിയിൽ ഐസ് തന്നെയാണ്. കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയാം. കാണാൻ പറ്റുന്നുണ്ടാവും, കാരണം നല്ല പിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഗൈസ്, എക്സൈറ്റ്മെൻ്റ് ആണ്. എൻ്റെ കൂടെ ദോണ്ട് രണ്ടവന്മാരുണ്ട്. പർവീൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തരും, പിന്നെ അജീമിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മുമ്പത്തെ നമ്മുടെ മിഡ് സമ്മറിൻ്റെ വ്ളോഗിൽ അജീമിനെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ മൂന്നുപേരും കൂടെ ചുമ്മാ ഇറങ്ങിയതാണെന്ന്. നമ്മളൊരു കടയിൽ പോകാന്നുള്ള രീതിയിൽ ഇറങ്ങിയപ്പോൾ പിന്നെ അങ്ങനെ ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാണല്ലോ, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ എന്തായാലും അടിപൊളിയാണ് സംഭവം. ഒരുപാട് ആൾക്കാരൊക്കെ വന്നിങ്ങനെ നിൽപ്പുണ്ട്. പക്ഷെ അവിടെ ഒരു കാണാൻ പറ്റുന്നില്ല. അവിടെ ഒരു ചെറിയൊരു സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ടേക്ക് ഔട്ട് ഓഫ് ഫോക്കസ് ആയിപ്പോയി. ഇത് അവിടെ ഒരു ചെറിയൊരു സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ നടക്കാൻ പാടില്ല, കാരണം അവിടെ ഡീഫ്രോസ് ആയിപ്പോയി. വെള്ളം അടിയിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ കണ്ട് ആരും മൂവ് ചെയ്താണ്. ഇവിടെ ഭയങ്കര സ്ലോപ്പാണ് സംഭവം. എന്തായാലും കൊള്ളാം, അടിപൊളി. लातविया बहुत ही अच्छा है भाई, बहुत अच्छा मजा आ रहा है। अब की साल अच्छी ठंड है, एकदम मस्त, एकदम ठंडा ठंडा हो गया भाई। आज भी फ्रीज हो गए हैं, -20-30 चल रहा है। और ऐसी स्लिपरी जगह पे आप दिखा सकते हो भाई, काफी अच्छा चल रहा है। Yeah, we can ski and walk on the river. This is the rarest event everyone says in the Riga. So yeah, Good, if you good. here means yeah, definitely you can try that. Not like in India. നൈസ്. അപ്പം ഇതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. സോ അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെ ഒരു വൺ ടൈം വണ്ടറാണ്. കാരണം ലാറ്റ്വിയൻസ് തന്നെ ഇത് കണ്ടിട്ട് ഒരു 4-5 കൊല്ലമായി. അത്രയും കൊല്ലമായി ഇത്രയും നല്ല ഹാർഷായിട്ടുള്ളൊരു വിൻ്റർ വന്നിട്ട്. ഇപ്പോഴാണ് ഈ വിൻ്റർ വരുന്നതെന്ന് അവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒരു കൊച്ചു പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ടഫായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര വിൻ്ററൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര സംഭവമാണ്, പക്ഷേ നമുക്കും പറ്റുന്നില്ല ഈ വിൻ്റർ എന്നുള്ള കേസിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും പൊളി, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബൈ.